കുഴപ്പമില്ല. ധനുഷിന്റെ പെർഫോമൻസ്, സുരാജ് ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇമോഷൻസ് അത്യാവശ്യം കൊള്ളാം, പക്ഷെ അത് ഇമോഷൻസ് കുറെ കൂടിയത് പോലെ തോന്നി. കുറച്ചും കൂടെ ഇമോഷൻസ് ആയിട്ട് കുറച്ച് മമിത കുഴപ്പമില്ലെന്നേ ഉള്ളു. അല്ലാണ്ട് എടുത്തു പറയൊക്കെ കുറച്ച് സീൻസേ ഉള്ളൂ, വളരെ ലൈറ്റ് ആയിട്ടേ ഉള്ളൂ സീൻസ്. സ്ക്രീൻ പ്രസൻസ് കുറവാണ്, പക്ഷെ ഇമോഷണൽ സൈഡ് ആണ് കൂടുതലുള്ളത്. ഇമോഷണൽ സൈഡ് മാത്രമേ ഉള്ളൂ മമിതയ്ക്ക് എടുത്തു പറയാൻ. അത് കുറച്ചും കൂടെ വേറെ ആൾക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെന്ന് തോന്നുന്നു. കാരണം പ്രേമലി പോലത്തെ ലൈക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളെ കൊണ്ട് വൈഫായിട്ടും ധനുഷിന്റെ വൈഫായിട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ സൈഡുള്ള പടമാണ്. അപ്പൊ അതില് കുറച്ചുകൂടെ ആക്കായിരുന്നു. സുരാജേട്ടന്റെ പെർഫോമൻസ് അപ്പൊ ഇഡലിക്കടയുടെ ത്രില്ലർ വേർഷൻ ആണോ? ഞാൻ സത്യം പറഞ്ഞ പടം കണ്ടിട്ടില്ല ബ്രോ. ഭയങ്കര സിനിമയിൽ പാസമൊക്കെ ഭയങ്കര കൂടുതലാണോ ഇതിനകത്ത്? അതിലല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും ഓക്കെയാണ് പടം. ഈ റോള് മമിതയെ കൊണ്ട് ക്യാരി ഡൗൺ ചെയ്യാൻ പറ്റുന്ന റോളാണ്. എന്തിനാണെന്ന് തോന്നിപ്പോയി. അല്ല ബാക്കിയുള്ള ജയറാമേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ കൊള്ളായിരുന്നു. ഓവറോൾ പടം ഒരു വർത്ത് വാച്ച് തന്നെയാണ്. ആവറേജ്, എബോവ് ആവറേജ് ഉണ്ട്. ധനുഷിന്റെ കുറെ നാൾ ധനുഷിന് നല്ല പെർഫോമൻസ് കാണാൻ പറ്റി. ആസ് എ ധനുഷ് ഫാൻ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, എല്ലാ ധനുഷ് ഫാനും ഇന്ന് ഹാപ്പി ആയിരിക്കും. അധികം ഡീഗ്രേഡിന്റെ ആവശ്യമൊന്നുമില്ല ബ്രോ. ഇമോഷൻ സീൻസ് എല്ലാം എല്ലാ ഇമോഷൻ സീൻസ് പക്കായിട്ടുണ്ട്. കുറെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സീൻസ് ഉണ്ട്, കുറെ നല്ല നല്ല സീൻസ് ഉണ്ട്. പടം കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ക്ലൈമാക്സിലെ ഇമോഷൻസ് ഒക്കെ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ധനുഷ് ഫാൻസിന് ഒരു ധനുഷ് ഫാൻസിന് ട്രീറ്റ് ആണ്. എല്ലാ ധനുഷ് ഫാൻസും ഇന്ന് ഹാപ്പി ആയിരിക്കും. നല്ല പടം ബ്രോ. ധനുഷിന്റെ ഈ എടുത്തുകൊണ്ടായാലും നല്ല പടം. എമോഷൻ സീൻസ് ഒക്കെ കുറച്ച് കൂടി പോയോ? ചിലത് ഇച്ചിരി ഇതായിരുന്നു, പക്ഷെ മൊത്തത്തിലൊക്കെ നമുക്ക് കൊള്ളാം. മമിതയൊക്കെ ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയോ? ഇല്ല, പെർഫോമൻസ് നീറ്റ് ആയിട്ട് എല്ലാവരും പിടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ജയറാമേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി നൈസ് ആയിരുന്നു, നല്ല കോമഡി കൊള്ളായിരുന്നു. സുരാജിന്റെ ഒരു പോലീസ് വേഷമൊക്കെ പൊളിയായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നൈസ് ആയിരുന്നു. കൊള്ളാം ബ്രോ. അറിയാലോ, ധനുഷും വില്ലേജ് മൂവി എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഡ്ലി കോംബോ കൊള്ളാം, കിടിലായിരുന്നു. പിന്നെ നമ്മുടെ സുരാജ് കിടിലായിരുന്നു, നല്ല അടിപൊളി രസമായിരുന്നു. പടം ഒരു ടിപ്പിക്കലി കണ്ടു വന്ന സ്റ്റോറിയാണ്. ഈ വില്ലേജ് ലോൺ ഇഷ്യൂ, പൈസ പ്രശ്നം അത് ബേസ് ചെയ്ത്. പക്ഷെ നമ്മളെ ബോർ അടിപ്പിക്കുന്നില്ല, അതാണ് പറയുന്നത്. ഒരു നമ്മള് ടിപ്പിക്കൽ സാധനമാണെങ്കിലും എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പൊ ധനുഷിന്റെ ഇഡലിക്കട 2 പടങ്ങൾ ഇറങ്ങിയില്ലായിരുന്നു, അതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആയിരുന്നു, ലാഗൊന്നുമില്ല. ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ നല്ല ഒരു തിയേറ്ററിക് മൊമെന്റ് ആയിട്ട് തന്നിട്ടാണ്. ഇമോഷൻ നല്ല വർക്കൗട്ട്. അതുപോലെ സുരാജ് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയറാം ഉണ്ട്, ട്രെയിലർ കാണിക്കുന്നുണ്ട്. അത് അയാളുടെ സീൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.